ഒരു ബഹുസ്വരത ഭാരതത്തിലുടനീളമുണ്ട്. ഈ വൈവിധ്യം കാണാനും മനസ്സിലാക്കാനും സാധിക്കേണ്ടത് മെത്രാന്മാർക്ക് കൂടിയാണ്. അവർ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു വർഗീയത അതിലുണ്ടാക്കാനുള്ള ഇടവും കൊടുത്തു. ഇവിടെ പ്രതിസ്ഥാനത്താകുന്നതും ദ്രോഹിക്കപ്പെടുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. കക്ഷിയേരല്ല വേണ്ട മെത്രാന്മാർ ചെയ്യേണ്ടത്. മെത്രാന്മാർ ആരോഗ്യകരമായ അകലത്തിൽ നിൽക്കണമായിരുന്നു. അത് ചെയ്യുമ്പോൾ ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്താനും ഇടയാക്കി. വെറുതെ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത വർഗീയത ഉണ്ടാക്കുന്നത് തികച്ചും ശരിയായില്ല. ലവ് ജിഹാദിനെക്കുറിച്ച് കാസ ശക്തമായ ആൻറ്റി മുസ്ലിം വികാരത്തിൻ്റെ ഒരു സംഘടനയാണത്. ആ സംഘടന പറയുന്നത് തന്നെ മെത്രാന്മാരും പറയുക. കോമൺ സെൻസിന് വിരുദ്ധമായി ഒരു കാര്യം പറയുമ്പോൾ അത് വർഗീയതയാകാണ്, വർഗീയമായ ചേരിതിരിവാകാണ്. അത് പാടില്ല. നാളെ മറ്റന്നാളോ ഇവിടെ കത്തോലിക്ക സഭ 100 കണക്കിന് കോളേജ് സ്കൂളുകൾ നടത്തുന്നുണ്ട്. ആ സ്കൂൾ നടത്തുന്നതിനെക്കുറിച്ച് പരാതികളുണ്ട്. മൈനോറിറ്റി കമ്മീഷൻ്റെ പേരിലാണ് നടത്തുന്നത്, മൈനോറിറ്റി റൈറ്റിൻ്റെ പേരിലാണ്. അതൊക്കെ പുതിയ ബില്ല് കൊണ്ടുവരുന്നത് മാറ്റിമറിക്കാൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ, അതിനകത്ത് വേറെ ന്യൂനപക്ഷം സഹായിക്കാൻ കൊടുത്താൽ, മെത്രാന്മാർ ഇതുവരെ ഉപദേശിച്ചാൽ എന്തായിരിക്കും സുന്നിമാരുടെ മുള്ളമാരോ അല്ലെങ്കിൽ സ്വാമിമാരോ പറഞ്ഞാൽ എന്തായിരിക്കും ക്രൈസ്തവരുടെ വികാരം? പാർട്ടിക്ക് അനുകൂലമായ നിലപാട് മെത്രാന്മാർ സംഘം എടുത്തു എന്ന് തോന്നിപ്പോകുന്നത്. ഇന്ത്യയിൽ ധാരാളം ഏരിയയിൽ, പല ഏരിയ ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, വലിയ അക്രമങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാത്തതാണോ സഭ? എല്ലാ മെത്രാന്മാരും പിന്താങ്ങുന്നുണ്ടോ? എല്ലാ കത്തോലിക്കരെയും പിന്താങ്ങുന്നുണ്ടോ? കത്തോലിക്കരുടെയൊക്കെ അഭിപ്രായങ്ങളതിനെക്കുറിച്ച് മെത്രാന്മാർ എടുത്തിട്ടുണ്ടോ? അതൊരു അവിവേകമായി പോയില്ലേ എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത്. ഇത് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാതെയും മനസ്സിലാക്കാതെയും ചെയ്യുന്ന പ്രസ്താവനകളായിട്ട് എനിക്ക് തോന്നിപ്പോകുന്നു.